ഹായ് പ്രിയങ്ങളെ, നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സംഭവം, എന്നാൽ അതിനിടയ്ക്ക് കുറച്ച് ടിപ്സുകൾ അറിയാത്തതും കൂടിയായ ഒരു കാര്യമാണ് ചെയ്തു തരുന്നത്. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഉണക്കമുന്തിരിയാണ് കേട്ടോ. ഉണക്കമുന്തിരി ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ച ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരിയുടെ ഉപയോഗം അല്ലെങ്കിൽ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഡ്രൈ ഫ്രൂട്ടിൽ പെട്ടതാണ് ഉണക്കമുന്തിരി. ഇതിനകത്ത് ഒരുപാട് ധാതു ലവണങ്ങളുണ്ട്. ഒരുപാട് രോഗങ്ങൾക്ക് പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഉണക്കമുന്തിരി. ഇത് നമ്മൾ രാത്രിയിലൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തൊന്ന് വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കാരണം നമുക്കിതിനെ അറിയാൻ പറ്റും മുന്തിരിയിലാണ് ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ വിഷാംശം ഉള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്നും ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. അതിന് മുകളിലത്തെ ആ സംഭവമൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് ചേർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വാഷ് ചെയ്തെടുക്കുമ്പോൾ അതിനകത്തെ വിഷാംശം പോകും എന്നുള്ളതാണ് ഒരു വിശ്വാസം. എന്തായാലും നമുക്ക് നമ്മുടേതായ രീതിയിൽ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് അതായത് രീതിയിൽ തന്നെ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ശുദ്ധമായ പച്ചവെള്ളം ഒന്ന് തിളപ്പിച്ചാറി എടുത്തിട്ടുണ്ട്. അതിവിടെ ഞാനൊരു ഗ്ലാസ് ഒഴിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എന്ത് ചെയ്യുക, നമ്മൾ രാത്രി മുഴുവൻ ഒരു ഓവർനൈറ്റ് ഫുള്ള് നമ്മൾ ഇത് അടച്ച് വെക്കുന്നുണ്ട്. ശേഷം നമുക്ക് പിന്നീട് കാണാം. നമ്മുടെ ഉണക്കമുന്തിരി നന്നായി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാ എല്ലാം നല്ല വീർത്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. രാത്രി മൊത്തം ഇതിങ്ങനെ വെള്ളത്തിലുണ്ടായിരുന്നു. ഇത് മിക്സിയിലൊന്നും അടിക്കേണ്ട, ജസ്റ്റ് കൈകൊണ്ട് തന്നെ ഇങ്ങനെ നന്നായിട്ട് നാക്കി കൊടുത്താൽ മതി. എല്ലാ മുന്തിരിയും നന്നായിട്ട് നുടച്ച് അതിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ട് ഇതേപോലെ തന്നെ ഈ പിശിനോട് കൂടി തന്നെ കഴിക്കാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് അരിയുണ്ട്. അരിയില്ലാത്തതാണെങ്കിൽ കുറേയും കൂടി നന്നായിരിക്കും. എല്ലാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് അപ്പോൾ നമ്മളിതിവിടെ നല്ല അടിപൊളിയായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ്. അപ്പോൾ അതൊന്ന് അരിപ്പയിലേക്ക് അരിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ട ഇതുപോലൊരു കളറിൽ ഇത് വരുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഷുഗറുള്ള പേഷ്യൻസൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഉണക്കമുന്തിരി എല്ലാ ദിവസവും കഴിക്കുന്നത് നല്ലതല്ല. ഇത് തുടർച്ചയായിട്ടൊരു 15 ദിവസം കഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ചെറിയ ബ്രേക്ക് എടുക്കാം. പിന്നെ ഒരു 1 വീക്ക് കഴിക്കാതിരുന്നിട്ട് പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത്. എന്തായാലും നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കുഞ്ഞു വീഡിയോകൾക്ക് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് കൊടുക്കണേ. ഓക്കെ, കാണാം ചെറിയൊരു വീഡിയോയിൽ പിന്നീട്. താങ്ക്